Hello everyone, welcome back to my YouTube channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റോഡിൻ്റെയും ട്രാഫിക്കിൻ്റെയും തിരക്കിൻ്റെയും സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു തിരക്കേറിയ ഒരു ട്രാഫിക്കിൽ നമ്മളൊരു സ്കൂട്ടർ ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അധികം സമയം വെയിറ്റ് ചെയ്ത് തന്നെ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. റോഡ് മാനേഴ്സ് ഒരു രീതിയിലും പാലിക്കാതെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ടാവും. സീബ്ര ക്രോസിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. സീബ്ര ക്രോസിംഗ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും. അതേപോലെ സിഗ്നൽ ഇല്ലാത്തത്, പ്രോപ്പറായിട്ടുള്ള സൈൻ ബോർഡ് ഇല്ലാത്തത്, റോഡിൽ ഏത് വശത്തൂടെ നടക്കണം, എങ്ങനെയൊക്കെ ക്രോസ് ചെയ്യണം എന്നറിയില്ലാത്തവർ, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ റോഡ്സിനുള്ളത്. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും അടുത്തെങ്ങും പരിഹരിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ടൗണിലൂടെ വണ്ടി ഓടിക്കാൻ വളരെയധികം പേടിയൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ റോഡിലൂടെയൊക്കെ വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. ഈ വണ്ടി തന്നെ കണ്ടില്ലേ, പ്രോപ്പറായിട്ട് അവിടെ എത്തിക്കഴിയുമ്പോഴാണ് അവർ ഇൻഡിക്കേറ്റർ ഇടുന്നത്. അതിന് പകരമായിട്ട് കുറച്ച് മുമ്പ് തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയാൻ പോകുമെന്ന് അറിയിച്ച് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വണ്ടിക്കാർക്ക് സുഖമായിട്ട് അപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റും. അതൊന്നും ശ്രദ്ധിക്കാതെ വണ്ടി ഓടിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ ഇന്നത്തെ നമ്മുടെ റോഡിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ഇതേപോലെ ടൗണിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ വണ്ടികളൊക്കെ വരും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഒരു 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി. അതായത് നിങ്ങളുടെ ബോഡി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സ്ട്രെസ്സുകളും, നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവ് അല്ലാത്ത ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ തന്നെ വെച്ചിട്ട് വേണം നിങ്ങളൊരു വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങാനായിട്ട്. കാരണം റോഡിൽ നമ്മൾ മാത്രമല്ല വണ്ടി ഓടിക്കുന്നത്, വേറെ പലരും വണ്ടി ഓടിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം മാത്രമേ നമ്മളൊരു 2 വീലർ പുറത്തിറക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം 2 വീലറാണ്, 2 വീലറാണ് വണ്ടി ഓടുന്നതെങ്കിൽ വീടിന് ആദ്യം ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് നമ്മുടെ തലയ്ക്കാണ്. അപ്പം നമ്മുടെ തലയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടിയിലിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഹെൽമെറ്റ് വെച്ചതിന് ശേഷം മാത്രമേ വീടിന് പുറത്തിറങ്ങാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വണ്ടി ഇറക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ വണ്ടിയുടെ ടയർ ഒന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ പഞ്ചർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വണ്ടിയുടെ കണ്ടീഷൻ, ബ്രേക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടി നിങ്ങൾ റോഡിൻ്റെ പുറത്തേക്ക് ഇറക്കാനായിട്ട്. പിന്നെ ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ റോഡിൽ വളരെയധികം ശ്രദ്ധ വേണം. നിങ്ങളുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ മേളിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പുറകിൽ വരുന്ന വണ്ടിയിലൊരു ശ്രദ്ധ ഉണ്ടാവണം. അത് തല തിരിച്ച് നോക്കണം എന്നല്ല, അതിനാണ് നമ്മുടെ മിറേഴ്സിൻ്റെ ഉപയോഗമുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ വണ്ടിയിൽ നിന്ന് മിറേഴ്സ് ഒന്നും എടുത്ത് കളഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ചിലർ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതൊക്കെ എടുത്ത് കളയാറുണ്ട്. പക്ഷേ അതൊക്കെ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ കറക്റ്റായിട്ട് മിറേഴ്സൊക്കെ ചെക്ക് ചെയ്ത് മാത്രമേ വണ്ടി ഓടിക്കാനായിട്ട് പാടുള്ളൂ. ഇതേപോലെ ബിസി ആയിട്ടുള്ള ടൗണിലൊക്കെ ഓടിക്കുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വണ്ടി നമ്മൾ ശ്രദ്ധിക്കണം, ഫ്രണ്ടിൽ പോകുന്ന വണ്ടി നമ്മൾ ശ്രദ്ധിക്കണം, സൈഡിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ വണ്ടികളുടെ പുറത്ത് നമ്മുടെ ഒരു കണ്ണുണ്ടാവണം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയായിട്ടൊരു പ്രോപ്പറായിട്ട് ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. കാരണം സഡനായിട്ടൊരു ബ്രേക്ക്, ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു വണ്ടി ബ്രേക്ക് പിടിക്കാം എന്ന് ചിന്തിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ റോട്ടിലൊരു വണ്ടി ഇറക്കാനായിട്ട്. പിന്നെ ഇതേപോലത്തെ ബിസി ട്രാഫിക്കിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ബ്രേക്കിൻ്റെ പുറത്ത് നമ്മളുടെ ഒരു കൈ വെച്ചിട്ടുണ്ടാവണം. കാരണം എപ്പോഴാണ് നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ടതെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. ബ്രേക്കിൻ്റെ ലിവറിൻ്റെ പുറത്ത് നമ്മുടെ കൈ ഒന്ന് വെച്ചേക്കുക. ആവശ്യം വരുമ്പോൾ നമുക്ക് ബ്രേക്ക് പിടിക്കാം, ആവശ്യം വരുമ്പോൾ നമുക്ക് ആക്സിലേറ്ററിന് കൊടുക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എൻ്റെ കൈ എപ്പോഴും ബ്രേക്കിൻ്റെ പുറത്തുണ്ടാകും. കാരണം ഫ്രണ്ടിലും ബാക്കിലൊക്കെ നിറച്ച് വണ്ടികളാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം എന്ന് വിചാരിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ റിയർ വ്യൂ മിറർ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും മീൻസ് ഫ്രീക്വൻ്റായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പുറകിൽ വരുന്ന വണ്ടിയുടെ പുറത്ത് നമ്മളൊരു കണ്ണ് വെച്ചിട്ടുണ്ടാവുക. ആ വണ്ടി ഏത് വശത്തേക്കിടെയാണ് പോകാൻ സാധ്യതയുള്ളത്, ആ വണ്ടി എങ്ങോട്ടേക്ക് തിരിയാൻ പോവുകയാണ് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഫ്രണ്ടിൽ പോകുന്ന വണ്ടി തിരിയാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമ്മളൊരു ആൻറ്റിസിപ്പേഷൻ നമ്മൾ നടത്തണം. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് ഇന്നത്തെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിലൂടെ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ് റോഡിലുള്ള കുഴികളെന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ നല്ലൊരു റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വണ്ടിയുടെ പുറകിൽ. പക്ഷേ ആ വണ്ടിയുടെ പുറകിൽ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ചിലപ്പോൾ ഒരു വലിയ കുഴി ഉണ്ടാകും. ആ വണ്ടി 4 വീലർ ആയതുകൊണ്ട് ആ കുഴി ചാടാതെ പോകും, നമ്മൾ ചെന്ന് ആ കുഴിയിൽ വീഴും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഫ്രണ്ടിലൊരു കുഴി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മൈൻഡിൽ വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ. നമ്മളുടെ ഇന്ത്യൻ റോഡ്സിൽ എപ്പോൾ വേണമെങ്കിലും ഒരു കുഴി വരാം എന്നൊരു, ഇപ്പോൾ കണ്ണാടി ചില്ല് പോലെ കിടക്കുന്ന ഒരു റോഡാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കുഴിയായിരിക്കും. അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു കണ്ണിട്ടാതിരിക്കാൻ വേണ്ടി ഒരു വലിയ കുഴിയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആ കുഴിയിലൊക്കെ വീണാൽ ഏറ്റവും കൂടുതൽ അപകടം പറ്റുന്ന 2 വീലേഴ്സിനാണ്. കാരണം 2 വീലല്ലേ ഉള്ളൂ, അതുകൊണ്ട് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഓടിക്കാനായിട്ട്. മെയിൻലി നിങ്ങൾ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ വീല് ഫോളോ ചെയ്യുക. അപ്പോൾ ആ വീല് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കുഴി വരുന്നുണ്ടോ, ആ വണ്ടി സ്ലോ ചെയ്യാൻ പോകുകയാണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ ഇൻഡിക്കേറ്ററും ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയായിട്ടുള്ള ഡിസ്റ്റൻസും ഒക്കെ കീപ്പ് ചെയ്ത് വേണം നമ്മൾ കറക്റ്റായിട്ട് വണ്ടി ഓടിക്കാനായിട്ട്.
ആൻഡ് ഇതേപോലത്തെ ലൈൻസൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കുക. ഓവർടേക്ക് ചെയ്യുന്ന ഹെവി റിസ്ക് ആണ്. കാരണം വളവിലൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്നൊക്കെ വണ്ടി വരും. ഇപ്പോൾ ആ സ്വിഫ്റ്റ് കയറി പോകുന്നുണ്ടോ, ആ സ്വിഫ്റ്റ് കയറി പോകുന്ന പോലെയൊന്നും കയറി പോകാനായിട്ട് പാടില്ല. കാരണം അപ്പുറത്തുനിന്ന് എപ്പോൾ വേണമെങ്കിലും വണ്ടി വരാം. ഒരു വലിയ ബസ്സോ ലോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. ആൻഡ് ഈ ബസ് നിർത്തിയ പോലെ ഒന്നും ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി നിർത്താനായിട്ട് പാടില്ല. കാരണം അവിടെ ഒരു വലിയ വളവാണ്. ആ വളവിൻ്റെ അവിടേക്ക് കൊണ്ടുവന്ന ഒരു ബസ് നിർത്താമെന്ന് പറഞ്ഞാൽ അതൊന്നും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. കറക്റ്റായിട്ട് വണ്ടിക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ വണ്ടി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. വണ്ടി കുറച്ച് റോഡിൽ സൈഡിൽ നിന്ന് ഒതുക്കി നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. അതിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇതേപോലത്തെ സ്ഥലത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു KSRTC ബസ് ഉണ്ടാവും, അവിടെ നിന്ന് ഇവിടെ നിന്ന് കൂത്തിക്കെട്ടിക്കൊണ്ട് വരുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. അവരുടെ മുമ്പിലൊക്കെ അഭ്യാസം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിക്കുക. പിന്നെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ബാക്കിൽ നിന്ന് വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ഓവർടേക്ക് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പുറകെ നിന്ന് വരുന്ന വണ്ടി നമ്മൾ ഇടിക്കാനോ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകാനോ ഉള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടേൺ ചെയ്യുമ്പോഴും അതുപോലെ നിങ്ങൾ വളയ്ക്കുമ്പോഴും തിരിക്കുമ്പോഴൊക്കെ ഇൻഡിക്കേറ്റർ ഇട്ട് മാത്രം തിരിക്കുക. കാരണം അത് പുറകെ നിന്ന് വരുന്ന വണ്ടിക്ക് നമ്മൾ തിരിയാൻ പോകുന്നത് മനസ്സിലാക്കാനും ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടിക്ക് നമ്മൾ എങ്ങോട്ടാണ് തിരിയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഉപകാരപ്പെടും. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുന്നത് കൂടാതെ കറക്റ്റായിട്ട് ഓഫ് ചെയ്യാനും ഓർക്കണം. ഞാൻ കാണാനായിട്ട് റോഡിലൂടെ പോകുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് പല സ്ഥലത്തേക്കും പോകുന്ന നേരെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികളെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലേക്ക് തിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതുപോലെയൊക്കെ ചെയ്യാതിരിക്കുക. അതൊക്കെ പുറകെ നിന്ന് വരുന്ന വണ്ടിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ പല ആൾക്കാരും നമ്മുടെ റോഡിലുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകും എന്നൊരു മുൻകരുതലോട് കൂടി വേണം നമ്മൾ റോഡിലേക്ക് വണ്ടി ഇറക്കാനായിട്ട്. ആ ഒരു മുൻകരുതലോട് കൂടി വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കുഴപ്പമില്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയ സജഷൻസും ഡൗട്ട്സും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ യുവർ പോൾ സൈനിങ് ഓഫ്.